ഒരു ഘട്ടം കൂടി അദ്ദേഹം പറയുന്നുണ്ട് കേട്ടോ. ഒരു മതസംഘടനയുമായി ബന്ധപ്പെട്ട അവരുടെ ആരാധനാലയത്തിലെ ഒരു അക്രമവുമായി ബന്ധപ്പെട്ട വിഷയം സംസാരിക്കാൻ പോകുമ്പോൾ ഈ PV അൻവറിനോട് അവർ പറയുന്നത് സുരേഷ് ഗോപിയുടെ മുൻപിൽ ഈ MR അജിത് കുമാർ എങ്ങനെയാണ് എന്നതിൻ്റെ ഒരു ശബ്ദരേഖ അവർ പറയുന്നുണ്ട്. ആ ശബ്ദരേഖയിൽ പറയുന്നത് ഇങ്ങനെയാണ്: അവരെല്ലാം കമ്മികളാണ് എന്നൊരു ആരോപണം സുരേഷ് ഗോപിയോട് ഈ അജിത് കുമാർ നടത്തുന്നതായി ഇവർ കേട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചില അന്തർധാരകളും ചില ഡബിൾ ഏജന്റിനുമുള്ള സാധ്യതകളൊക്കെ ഉണ്ടോ VS സുനിൽകുമാർ? എനിക്കറിയാം താങ്കൾക്ക് MR അജിത് കുമാറുമായി അടുത്ത ബന്ധമാണ്. അല്ല, ഞാൻ എല്ലാ പോലീസ് ഓഫീസർമാരുമായിട്ടൊരു മന്ത്രി എന്ന നിലയിലും MLA എന്ന നിലയിലും പൊതുപ്രവർത്തനം എന്ന നിലയിലും നല്ല ബന്ധമുള്ള ഒരാളാണ്. അപ്പോൾ എനിക്ക് വ്യക്തമായ കാരണങ്ങളില്ലാതെ അല്ലെങ്കിൽ വ്യക്തമായ ഒരു തെളിവുകളില്ലാതെ ഒരു ഉദ്യോഗസ്ഥനെ പറ്റിയും ഇങ്ങനെ പരസ്യമായി പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ആർക്കൊക്കെ ഏതൊക്കെ രാഷ്ട്രീയ ബന്ധമുണ്ടെന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ ഏതെങ്കിലും ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ മാത്രം പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അപ്പോൾ അത് അങ്ങനെ ആരോപിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടായിരിക്കാം, അവരത് പറയട്ടെ. അതല്ലാതെ ഞാൻ അതിനെ സംബന്ധിച്ചൊരു വിവാദപരമായൊരു സ്റ്റേറ്റ്മെന്റ് നടത്താൻ ഇന്നത്തെ സാഹചര്യത്തിൽ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് PV അൻവറിനെ ശ്രീ സുനിൽകുമാർ തള്ളുന്നില്ല, അവിശ്വസിക്കുന്നില്ല. അല്ല, PV അൻവർ ഈ കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ടൊരു MLA ആണല്ലോ. അപ്പോൾ നമ്മൾ ആരും വിശ്വസിക്കുക എന്നുള്ള പ്രശ്നമല്ല ഇവിടെ ഉള്ളത്. PV അൻവർ പറഞ്ഞ കാര്യങ്ങളിൽ വസ്തുതകളുണ്ട് എന്ന് സർക്കാരിന് തോന്നിയതുകൊണ്ടാണല്ലോ സർക്കാർ അന്വേഷിക്കുന്നത്. അപ്പോൾ സർക്കാരിന് പോലും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് അദ്ദേഹത്തിനെ അവിശ്വസിക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ എല്ലാ കാര്യത്തെ സംബന്ധിച്ചല്ല പറയുന്നത്. അദ്ദേഹം പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്, എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും എനിക്ക് അറിയില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സർക്കാർ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ കാര്യങ്ങൾ പുറത്തു വരട്ടെ. അതും ഇത് തമ്മിൽ പിന്നെ നിങ്ങൾ ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല. രംഗത്ത് വരുന്നു, കാരാട്ട് റസാഖ് രംഗത്ത് വരുന്നു. ഇപ്പോൾ ഇടതുമുന്നണിയിൽ തന്നെയുള്ള പ്രധാനപ്പെട്ട പാർട്ടിയിലെ ഒരു നേതാവ് കൂടിയായ സുനിൽകുമാർ തന്നെ PV അൻവർ ഉന്നയിച്ച ഒരു ആരോപണത്തിന്റെ നിജസ്ഥിതി വിളിച്ചിട്ട് വരണം എന്നാവശ്യപ്പെട്ട് രംഗത്ത് വരുന്നു. സ്വാഭാവികമായും ആ വിഷയത്തിൽ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും കൂടുതൽ പരിക്കേറ്റത് താങ്കളാണ്. വിജയസാധ്യത ഉണ്ടായിരുന്ന ഒരു സ്ഥാനാർത്ഥിയെ വളരെ പെട്ടെന്ന് പരാജയത്തിലേക്ക് കൊണ്ടുപോയതിലെ ഒരു സംഭവം തൃശ്ശൂർ പൂരമാണ് എന്ന് ഞാനും മനസ്സിലാക്കുന്നുണ്ട്. കാരണം അത് വളരെ വലിയ രീതിയിൽ കത്തിപ്പടർന്നിരുന്നു തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ്. അപ്പോൾ ഇതിന് പിന്നിലൊരു രാഷ്ട്രീയ ഗൂഢാലോചനയ്ക്കുള്ള സാധ്യത എത്രത്തോളം ഉണ്ടെന്നാണ് എൻ്റെ ചോദ്യം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് സുനിൽകുമാർ. അല്ല, ഞാനത് വ്യക്തമാക്കിയിരുന്നല്ലോ. അതിന്റെ പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതിൽ യാതൊരു ക്ലാരിറ്റിയിലും കുറവില്ല. ഞാൻ വ്യക്തമായ രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ട്. അല്ല, അത് അങ്ങനെയാണെങ്കിൽ BJP പോലീസിലെ ചില ഉദ്യോഗസ്ഥരും മാത്രം നടത്തിയ രാഷ്ട്രീയ ഗൂഢാലോചന എന്നാണോ മനസ്സിലാക്കേണ്ടത്? അല്ല, അതെന്താണെന്ന് അന്വേഷിക്കാനാണല്ലോ പോലീസ് ഒരു കമ്മിറ്റി വെച്ചിരിക്കുന്നത്. അതിന്റെ പിന്നിൽ ആരൊക്കെ പ്രവർത്തിച്ചു എന്ന് പറയുമ്പോഴാണല്ലോ ഇന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ ഇന്ന രീതിയിലാണ് അതിന്റെ പ്രവർത്തനം നടന്നതെന്ന് പുറത്തു വരുമ്പോഴാണ് നമുക്കത് വ്യക്തത വരിക. എന്ത് അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യം, അഭ്യർത്ഥിക്കാൻ വേണ്ടി പോകുന്ന കാര്യം, സർക്കാർ തന്നെ നിയോഗിച്ചിരിക്കുന്ന കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഒരു മാസത്തിനകത്ത് പുറത്തുവിടും എന്ന്, അല്ലെങ്കിൽ ഒരു മാസത്തിനകത്ത് റിപ്പോർട്ട് സമർപ്പിക്കണം എന്ന് പറഞ്ഞിരുന്നതാണ്. ഇപ്പോൾ 4 മാസത്തോളമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് അടിയന്തരമായിട്ട്, പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു വിവാദങ്ങളൊക്കെ വന്ന പശ്ചാത്തലത്തിൽ ജനങ്ങൾക്ക് സത്യം അറിയാൻ താല്പര്യം ഉണ്ടാവും. കാരണം തൃശ്ശൂർക്കാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളിവിടെ പൂരം എല്ലാവരും കൂടി ഒന്നിച്ച് നടത്തുന്ന ഒരു പൂരമാണ്. തൃശ്ശൂർ പൂരത്തിൽ ഞങ്ങൾ ഒരിക്കലും തൃശ്ശൂർ രാഷ്ട്രീയം കലർത്താറില്ല. അത് BJP ആണെങ്കിലും UDF ആണെങ്കിലും LDF ആണെങ്കിലും എല്ലാവരും പൂരത്തിന്റെ കാര്യത്തിൽ ഞങ്ങളെല്ലാവരും ഒന്നിച്ച് നിൽക്കുന്ന ഒരു രീതി അവലംബിക്കുന്ന ഒരു സ്ഥലമാണ് തൃശ്ശൂർ. ആ ഒരു ഇലക്ഷന്റെ പശ്ചാത്തലത്തിൽ ചില രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി അവിടെ അലങ്കോലപ്പെടുത്തി തൃശ്ശൂർ പൂരത്തിനെ വേറെ രീതിയിലേക്ക് ആക്കാൻ ആഗ്രഹിക്കാത്തൊരു വ്യക്തി എന്ന നിലയിൽ എന്റെ ആത്മാർത്ഥമായ അഭ്യർത്ഥന ആ വിവരങ്ങൾ പുറത്തുവിടുക എന്നുള്ളതാണ്. VS സുനിൽകുമാർ, ഒരു മാസമായി ഞാൻ ആദ്യം മനസ്സിലാക്കിയത് ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് കൊടുക്കണം എന്നാണ് DGPയോട് മുഖ്യമന്ത്രി ആദ്യം ആവശ്യപ്പെട്ടത്. പിന്നീടാണ് ഒരു മാസം എന്ന നിലയിൽ ഇത് മാറിയത് എന്നാണ്, ഏപ്രിൽ മാസത്തിൽ. അപ്പോൾ ഇദ്ദേഹത്തെ സ്ഥലം മാറ്റാനുള്ള നിർദ്ദേശം കൊടുത്തു. പക്ഷേ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷന്റെ അനുമതി വേണമായിരുന്നു. അതിനുശേഷമാണ് അങ്കിത് അശോകനെ അവിടെ നിന്ന് മാറ്റുന്നതും ഇളങ്കോയെ കൊണ്ടുവരുന്നത്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്: ഈ 4 മാസത്തെ ഡിലേ, ഈ വൈകൽ അസ്വാഭാവികമാണ്? അല്ല, ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. കാരണം ഇതിപ്പോ വിവാദം ഉണ്ടാക്കിയ ആളുകൾ തന്നെ ഇപ്പൊ ആവശ്യപ്പെടുന്നില്ലല്ലോ റിപ്പോർട്ട് പുറത്തു വരുന്നു. മനസ്സിലാക്കേണ്ട കാര്യം, അന്ന് പല രീതിയിലും വിവാദങ്ങളും ചർച്ചകളും ഒക്കെ നടത്തി ചില ഹൈന്ദവ സംഘടനകൾ തന്നെ പ്രത്യേക അന്വേഷണം നടത്താനൊക്കെ തീരുമാനിച്ച ഒരു സംഗതിയിൽ ഇപ്പോൾ ഒന്നും കേൾക്കാനില്ല. അപ്പോൾ ഏതായാലും ഇങ്ങനെ ഒരു പുതിയ ഒരു സാഹചര്യത്തിൽ എനിക്ക് വീണ്ടും ആവശ്യപ്പെടാനുള്ളത്, ഏതായാലും
ഡിലേ വന്നിരിക്കുന്നു ഈ റിപ്പോർട്ട് പുറത്തു വരാൻ. ഇനി ഡിലേ ഇല്ലാതെ ആ റിപ്പോർട്ട് ഞാൻ ക്ലാരിറ്റിയോട് കൂടി ചോദിക്കട്ടെ ശ്രീ സുനിൽകുമാർ, ഹൈന്ദവ സംഘടനകൾ ആവശ്യപ്പെടുന്നില്ല എന്ന് പറയുമ്പോൾ റിപ്പോർട്ട് പുറത്തു വരാതിരിക്കുന്നതിന്റെ ആനുകൂല്യം ചില ഹൈന്ദവ സംഘടനകൾക്കും BJP-ക്കുമാണെന്നാണ് താങ്കളുടെ സംശയം? അതല്ല, ഈ പൂരം അലങ്കോലപ്പെട്ടപ്പോൾ അതിന്റെ ഗുണഭോക്താക്കളായി മാറിയത് ആരാണെന്നുള്ളത് എല്ലാവർക്കും അറിയാലോ. അപ്പൊ അതുകൊണ്ട് ഇത് ഒരു മതപരമായ പ്രശ്നമായിട്ട് ഇതിന് കണ്ട കാര്യങ്ങളല്ല. ഞാനത് പറഞ്ഞ അല്ല, ആളുകൾക്ക് അന്ന് അത്രയും താല്പര്യം ഉണ്ടായിരുന്നു. കാരണം ഒരു പൂരത്തിന്റെ നടത്തിപ്പിന്റെ കാര്യത്തിലുണ്ടായിരിക്കുന്ന ഈ അലങ്കോലം എല്ലാവരും ആശങ്കപ്പെടുത്തിയതും ദുഃഖിപ്പിച്ച കാര്യമാണ്. അതുകൊണ്ട് ആ സംഘടന അവരുടേതായ അന്വേഷണം നടത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഉദ്ദേശിച്ചത് അവരടക്കമുള്ള ആളുകൾ അന്വേഷണം നടത്തുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ആരും അതിനെപ്പറ്റി ആവശ്യപ്പെടാത്ത എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ ഞാൻ ആവശ്യപ്പെടുകയാണ്, ഉടനെ പുറത്തു വരണം. ഒരു കാര്യം കൂടി വി എസ് സുനിൽകുമാർ, എനിക്കറിയാം ഈ വിഷയത്തിൽ അങ്ങേക്ക് പ്രതികരിക്കുന്നതിന് ഒരുപാട് പരിമിതികളുണ്ട് എന്ന് എനിക്കറിയാം. എങ്കിൽ പോലും ADGP MR അജിത് കുമാർ അന്ന് അദ്ദേഹം അവിടെ സ്ഥലത്തുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അവിടെയുള്ള സമയത്ത് ഇങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്നതല്ലേ വി എസ് സുനിൽകുമാർ നമ്മൾ മനസ്സിലാക്കുന്നത്? കാരണം ഒരു കമ്മീഷണർക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കുക എന്നുള്ളത് ആരോഗ്യകരമല്ലല്ലോ. അല്ല, ഞാനിപ്പോൾ അതിനെപ്പറ്റി ആ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഇപ്പോൾ ആരും ഉന്നയിച്ച കാര്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ അതിൽ പുറത്തു വരൂ എന്ന് ഞാൻ കാത്തിരിക്കുകയാണ്. അത് വരുമ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായം പറയും. അതായത് ADGP MR അജിത് കുമാറിന്റെ സാന്നിധ്യം ആ സമയത്ത് ഉണ്ടായിരുന്നു എന്ന് താങ്കൾ അറിഞ്ഞിരുന്നില്ല. അത് അറിഞ്ഞപ്പോൾ താങ്കൾ ഞെട്ടിയോ? ഇല്ല, ഞാൻ ഞെട്ടേണ്ട കാര്യം എന്താണ്? എനിക്ക് ഞെട്ടേണ്ട കാര്യമില്ലല്ലോ. ഈ പല പോലീസ് ഉദ്യോഗസ്ഥന്മാരും അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥന്മാരൊക്കെ തന്നെ തൃശ്ശൂരിൽ 2-3 പിന്നെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ നിരന്തരം തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. കാരണം സംസ്ഥാനത്തെ DGP അടക്കമുള്ള ആളുകൾ നേരിട്ട് ബന്ധപ്പെടുന്ന ഒരു പൂരമാണ് തൃശ്ശൂർ പൂരം. അല്ലാതെ തൃശ്ശൂർ പൂരം DGP അടക്കമുള്ള ആളുകൾ നേരിട്ട് വെരിഫൈ ചെയ്യുന്ന കാര്യം. അവരതിൻ്റെ ഒരുക്കങ്ങളെ പറ്റിയെല്ലാം തന്നെ പിന്നെ സാധാരണ ഞാനൊക്കെ മന്ത്രിയായിരിക്കുമ്പോൾ DGP അടക്കം മുഖ്യമന്ത്രി അടക്കമുള്ള ആൾക്കാരൊക്കെ അതിൽ ഇൻവോൾവ് ആവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ADGP കൂടി ഉണ്ടായിരുന്നു എന്ന് കേൾക്കുമ്പോൾ ഞാൻ ഞെട്ടേണ്ട കാര്യമൊന്നുമില്ല. പിന്നീടാണല്ലോ അങ്ങ് അറിയുന്നത്. അതെ, അതുകൊണ്ടാണല്ലോ ഞാനിപ്പോൾ ആവശ്യപ്പെട്ടത് അടിയന്തരമായിട്ട് സംഗതി പുറത്തു വരണമെന്ന്. റൈറ്റ്, തീർച്ചയായിട്ടും സുനിൽകുമാർ, അങ്ങേപോലെ ഞങ്ങളും കാത്തിരിക്കുന്നു അതിനുള്ളിൽ എന്താണ് സംഭവിച്ചതെന്നറിയാൻ. താങ്കൾ പ്രതീക്ഷിക്കുന്ന ഒരു നിമിഷം താങ്കൾ തുടരണം. രമേശ് ചെന്നിത്തല കൂടി നമുക്കിപ്പം ചേരുന്നുണ്ട്. ശ്രീ രമേശ് ചെന്നിത്തല, നമസ്കാരം. ഇന്നിപ്പോൾ VS സുനിൽകുമാറും PV അൻവറിൻ്റെ ആരോപണത്തെ തുടർന്ന് തൃശ്ശൂർ പൂരത്തിൽ എന്ത് സംഭവിച്ചു എന്നത് അറിയാൻ വേണ്ടി നിയോഗിച്ച കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു വരണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. ആ റിപ്പോർട്ട് പോലീസിനൊരു ആഭ്യന്തര അന്വേഷണമാണ്. 1 മാസത്തിനുള്ളിൽ പുറത്തു വരുമെന്ന് പറഞ്ഞു. 4 മാസമായിട്ടും അത് പുറത്ത് ലോകത്തെത്തിയിട്ടില്ല. സുനിൽകുമാർ പറയുന്നത് അത് ആവശ്യപ്പെട്ടിരുന്ന ഹൈന്ദവ സംഘടനകൾക്കോ BJPക്കോ അതിപ്പോൾ ആവശ്യവുമില്ലാതെ വന്നിരിക്കുന്നു. താങ്കളുടെ ഒരു നിഗമനം എന്താണ് ശ്രീ രമേശ് ചെന്നിത്തല? തൃശ്ശൂർ പൂരം കലക്കാൻ ഒരു വലിയ ഗൂഢാലോചന നടന്നുവെന്നും പോലീസിലെ ഒരു വിഭാഗം അതിന് കൂട്ടുനിന്നുവെന്നുമുള്ള ആരോപണത്തിൽ താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? അതിൽ MR അജിത് കുമാർ അടക്കമുണ്ടെന്നാണ് PV അൻവറിന്റെ വാദം.